പ്രായം കൂടി വരും തോറും ലൈഫ് അങ്ങോട്ട് ഭയങ്കര ബിസി ആവുകയാണ്. ഇപ്പോഴായി പിന്നെ സൺഡേ മാത്രമാണ് ഈ ചായന ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കാനായിട്ട് മാക്സിമം നോക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫോർട്ട് കൊച്ചി ആർട്ട് ഗാലറിയിലുള്ള പന്തലിൽ വന്നതാ. ചുമ്മാ പറഞ്ഞതാണ്, ഇതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പുറത്തുനിന്ന് കഴിക്കാനാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. ഇവിടുത്തെ സീ ഫുഡ് ന്യൂഡിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ട്രൈ ചെയ്തത്. ഇറ്റ് വാസ് സോ ഗുഡ്. ന്യൂഡിലൊക്കെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ പോരും, അങ്ങനത്തെ ന്യൂഡിലായിരുന്നു. ഒക്ടോപ്പസ് മാത്രം കുറച്ച് ഒരു ചൂയായിരുന്നു. ഓവർ കുക്ക്ഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. സ്ക്വിഡും അതുപോലെ ചെമ്മീനൊക്കെ ഇഷ്ടം പോലെയായിരുന്നു. ഞാൻ സ്റ്റേക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷെ വന്നത് സ്റ്റേക്ക് സാൻഡ്വിച്ച് ആയിരുന്നു. പക്ഷെ എല്ലാം നല്ലതെന്ന് പറയുന്ന പോലെ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഹണി ഗ്ലേസിംഗ് ഒക്കെ ചെയ്തിട്ട് വേറെ ലെവലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡെസേർട്ടിനായിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂഷ്വലി കിട്ടുന്ന റൈസ് പോലെ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈസ് ആയിരുന്നു. നല്ലതായിരുന്നു. പക്ഷെ ഓൺലി തിങ് ഈസ് മാംഗോക്ക് കുറച്ച് പുളി ഉണ്ടായിരുന്നു. അതർവൈസ് അടിപൊളി. പിള്ളേരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്ന കാലം പോയി എന്ന് എനിക്കറിയാം. സ്റ്റിൽ ജോന് കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് കൊടുക്കുമ്പോൾ അവനുണ്ടാകുന്ന ഹാപ്പിനെസ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണ്. മോന് ആനിമൽസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി ഫെസ്റ്റിൽ ആമസോൺ ജംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ അവനെ കൊണ്ടുവന്നതാണ്. ഇവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും എന്തെങ്കിലും സർപ്രൈസൊക്കെ ഉണ്ടെങ്കിൽ പറയില്ല. കാര്യം നമ്മുടെ ചെവി തിന്നുകൊണ്ടിരിക്കും. എങ്ങാനും അവിടെ കൊണ്ടുപോകാൻ പറ്റാതിരിക്കും, അവിടെ അത് ഇല്ലെങ്കിലൊക്കെ ആകെ പണിയാകും. അതുകൊണ്ട് എല്ലാം ജോനോ സർപ്രൈസസ് ആണ്. എത്ര ടേംഡാന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് ഈ ലൈഫിൽ എനിക്ക് ഒരു പാമ്പിനെ എടുത്തതുപോലെ കൈ പിടിക്കാൻ പറ്റുമെന്ന്. എനിക്ക് അത്രയും പേടിയുള്ളൊരു സംഭവമാണത്. പിന്നെ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ സ്റ്റോൾസും അതുപോലെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ഒരു പ്ലേ ഏരിയയൊക്കെ ആയിട്ട് ജോ ശരിക്കും എൻജോയ് ചെയ്തു. കളിച്ച് തിമിർത്തത് അവനാണെങ്കിലും ഈ ചൂടത്തിരുന്ന് ഞങ്ങളാകെ ടയേർഡായി. ഈ ചൂട് ഒരു രക്ഷയില്ല അല്ലേ.